നെസസിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യം? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഭക്ഷണം, താമസ സൗകര്യം, വസ്ത്രം, ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അതില്ലാത്തത് വളരെ പ്രയാസമുള്ളൊരു സാഹചര്യമാണ്. കേരളം ഒരു കാലത്ത് കേട്ട വളരെ ആഴത്തിൽ പതിഞ്ഞ ഒരു പാട്ടിൻ്റെ വരികളാണ്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ആ ഇഷ്യൂ, ആ പ്രശ്നം, അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ, പരിപാടികൾ, പ്രോഗ്രാംസ് ഗവൺമെൻറ് തലത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാർ ഇപ്പം അതിൻ്റെ പദ്ധതികളെല്ലാം കൂടി ലൈഫ് മിഷൻ നേതൃത്വം നൽകുന്ന പദ്ധതികളുണ്ട്. എന്നാൽ പോലും ഇനിയും വീടില്ലാത്തവർ നിൽക്കുകയാണ്. അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ മുൻകൈ എടുക്കുന്നു എന്നത് സന്തോഷകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അതിനെ ഞാൻ മീഡിയയെ 9 വീടുകൾ നിർമ്മിച്ചു. ഒട്ടുമിക്ക വീടിൻ്റെയും താക്കോൽദാനത്തിന് ഞാൻ കൂടെ പങ്കെടുക്കാൻ ഈ കാലത്ത് സാധിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായി മീഡിയയുടെ പ്രവർത്തകർ തന്നെ ഇതിലെ കിണറിൻ്റെ പണിക്കും തറയുടെ പണിക്കും കഴിയാവുന്ന മനുഷ്യ പ്രയത്നം, ഫിസിക്കൽ ലേബർ എടുത്തുകൊണ്ട് തന്നെ അവർ സഹകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ലൊരു കാഴ്ചപ്പാട്. എനിക്ക് അറിയാവുന്നിടത്തോളം ഇവരൊന്നും വലിയ സംഭരണമൊന്നുമില്ല. എന്നാൽ മനോഭാവം വളരെ വിശാലമായ, സമ്പന്നമായ ഒരു മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള. സത്യത്തിനേക്കാളൊരു പണക്കാരുണ്ട്. ഞാൻ ഗവൺമെൻറ്റിൽ എനിക്ക് ഒരു നിർദ്ദേശം ഉന്നയിക്കണമെന്ന് പലപ്പോഴും തോന്നി. നിർദ്ദേശം ഉന്നയിക്കാൻ പറ്റുമോ? സത്യത്തിൽ വലിയ വീട് പണിയുന്നവർക്ക് കുറച്ചും കൂടെ ടാക്സ് വേണം. വലിയ വീട് പണിയുന്ന ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് വീട് പണിയുന്നവർ നിർബന്ധമായും ലൈഫിലേക്ക് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 വീടിൻ്റെ പൈസ അടയ്ക്കണം എന്ന ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ ചില വീടൊക്കെ വലിയ നമ്മൾ സാധാരണക്കാരുടെ വീടല്ല, വലിയ വീട് പണിയുന്നത്, അവരതിലേക്ക് വരണം. അതുപോലെ മറ്റ് സംഘടനകളും സ്ഥാപനങ്ങളും മതസംഘടനകളും എല്ലാം നേർന്നു. ഇപ്പോൾ വയനാട്ടിൽ തന്നെ വീട് പോയവർക്ക് സത്യത്തിൽ ഇതിനോടകം വന്ന വാഗ്ദാനങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പോയവരെക്കാൾ കൂടുതൽ വീടിൻ്റെ അവിടെ പൈസയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓഫറുണ്ട്. ആ ഓഫർ പറഞ്ഞ ആരും മോശക്കാരല്ല. ആ ഓഫർ പറഞ്ഞവരെല്ലാം അത് ചെയ്തു കൊടുക്കാനാണ്. ആ ഓഫർ പറഞ്ഞവരൊക്കെ അത് പാലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ വിഷയം, ഈ വീടില്ലാത്തവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ ശ്രമത്തിൽ മിഴിയും അണ്ണാരക്കണ്ണന് തന്നാലായത് എന്നത് ഏറ്റെടുത്ത് നടത്തുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഞാൻ നന്ദി പറയുന്നു. ഈ വീട്ടിലെ താമസം ഒരു നല്ല കുടുംബത്തിൽ താമസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ വീടിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും സ്നേഹത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ നന്മയ്ക്ക് ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ